रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः. പാണ്ഡ്യദേശത്തു വച്ച് തിരുമല നായ്ക്കൻ ആക്രമണത്തിന് വന്നപ്പോഴേ ഉദയനുമായി നാം സഖ്യത്തിന് ശ്രമിച്ചതാണ്. ഒരു പരിധിവരെ അത് വിജയിച്ചതുമാണ്. പിന്നെന്തു പറ്റി? രാജ്യം വിടേണ്ടി വന്നില്ലേ? ആശയവിനിമയത്തിന് അവസരമില്ലാതെ പോയി. എന്തായാലും ഈ അവസരം മുതലെടുത്തേ പറ്റൂ. വരൂ, പടയൊരുക്കം നടത്താം. പടയൊരുക്കം? അങ്ങ് പോയി വരുന്നതുവരെ എനിക്ക് ഒരു സമാധാനവുമില്ല. സൂക്ഷിക്കണം. ഭയക്കരുത്. ഭയം ഭീരുവിന്റെ ലക്ഷണമാണ്. അങ്ങനെയായാൽ പരാജയം മാത്രമാകും ഫലം. എങ്കിലും മറവപ്പടയോട് പൊരുതാൻ നമുക്ക് ആൾബലം കുറവല്ലേ? കായിക ബലമുണ്ടല്ലോ. വീറും വാശിയും ആരോഗ്യമുള്ള പടയാളികൾ നമ്മോടൊപ്പം ഉണ്ട്. പിന്നെ ദേശവാസികളും. മറവപ്പടയുടെ തലവനായ ഉദയനൻ കുടിലതയുടെ മൂർത്തിഭാവമാണെന്നാ നാം കേട്ടിരിക്കുന്നത്. അയാൾക്ക് കൊല്ലും കൊലയും നിസ്സാരമാണ്. നാം എന്താ നിസ്സാരക്കാരനാണോ? ആയോധന കലകൾ വേണ്ടുവോളം അഭ്യസിച്ചിട്ടില്ലേ നാം? നെടുവടിപ്പയറ്റും എട്ടുതാരിപ്പയറ്റും ഊഴിക്കടകനും 18 അടവും പഠിച്ച നമ്മോടൊപ്പം പടയാളികളുള്ളപ്പോൾ നാം എന്തിനു ഭയക്കണം? പിന്നെ ശ്രീ പരമേശ്വരന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം കൂടി ഏറെ ഉണ്ടല്ലോ നമുക്ക്. യുദ്ധം ജയിച്ചു വരാൻ പ്രാർത്ഥിക്കലാണ്. നാം പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. പോയി വരട്ടെ കമലം. എന്താ കമലം മുഖം പാടിയിരിക്കുന്നത്? എന്തോ എന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. എന്തോ അപകടം സംഭവിക്കുമോ എന്നൊരു തോന്നൽ. കമലം, ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോഴാണോ ഇങ്ങനെയുള്ള അപശകുന വാക്കുകൾ? മറവപ്പടയോട് മല്ലിടാൻ പോകുന്നതാണോ നല്ല കാര്യം? അതിന് ഞാൻ മറവപ്പടയോടല്ലോ മല്ലിടാൻ പോകുന്നത്. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ, അത് സാക്ഷാത്കരിക്കാനുള്ള ഒരു പടപ്പുറപ്പാട്. ധൈര്യമായിരുന്നുള്ളൂ കമലം. ഇനിയുള്ള പന്തളത്തിന്റെ നാളുകൾ നമുക്ക് സ്വന്തം. അങ്ങൊന്നേ ഞാൻ വരണോ? എന്താണെന്നറിയില്ല. കാലത്ത് മുതൽ കാലിനൊരു അസഹ്യത. നിന്റെ അസഹതി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വേഗം പുറപ്പെടാൻ നോക്ക്. മറവപ്പടയുമായി മല്ലിടാൻ പോകുന്നത് അറിഞ്ഞ നേരം മുതൽ തുടങ്ങിയതാ ഈ അസഹ്യതയും വിറയലും. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇങ്ങനെയുണ്ട് ഒരു പേടി. യുദ്ധതന്ത്രം മെനയായിരുന്നു അങ്ങൊന്നേ. ഇപ്പോൾ ഒരു കാലിന് മാത്രമല്ലേ അസഹ്യതയുള്ളൂ. എന്നോടൊപ്പം പുറപ്പെട്ടില്ലെങ്കിൽ ഫൽഗുനന്റെ 2 കാലിനും അസഹ്യത ഉണ്ടാവും. അത്ഭുതം! എന്തൊരു അത്ഭുതം! അസഹ്യത മാറി. എന്നാ വേഗം പുറപ്പെടാൻ നോക്ക്. കരിമല, നീലിമല, കടുവ, പുലി, സിംഹം, പഴുതാര, അട്ട, കഴുത, പത്മിനി. കഴുതയല്ലാത്ത എന്റെ പത്മിനി.
ഇങ്ങനെയുണ്ട് ഒരു പേടിത്തൊണ്ടൻ. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ മന്ത്രിയാകും, ഞാൻ മന്ത്രിപത്നിയാകും, എന്നെ സ്വർണം കൊണ്ട് മൂടും. മര്യാദയ്ക്ക് പോവാൻ നോക്ക്. പോകാവേ. മറവപ്പട നിസ്സാരക്കാരല്ല, അത് ഓർമ്മ വേണം. നാം പോകുന്നത് മറവപ്പടയോട് മല്ലിടാനല്ല, പകരം പന്തളരാജന്റെ പതനം കാണാം. എനിക്ക് പന്തളദേശത്തിന്റെ രാജാവായി വാഴാൻ. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. മിക്കവാറും എന്റെ പതനമായിരിക്കും കാണേണ്ടി വരിക. മറവപ്പടയും പന്തളരാജനും തമ്മിൽ പോരാടുമ്പോ പന്തളരാജനെ പിന്നിൽ നിന്നും കുത്തി മലർത്തും ഞാൻ. പന്തളത്തിന്റെ അധിപനാകണമെന്ന് നാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാം അതായി തന്നെ തീരും. വരിക. വരിക. ഞാൻ വരിക, നിങ്ങൾ നിൽക്കുക. ഭഗവാനെ, വൈകുണ്ഠനാഥ, പാലാഴിവാസ, പ്രജകൾക്ക് വേണ്ടി തിരുമനസ് മറവപ്പടയെ ഇല്ലാതാക്കാൻ പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു അബദ്ധം വരുത്താതെ കാത്തുകൊള്ളണേ ഭഗവാനെ. ലക്ഷ്യം നിറവേറ്റി സുരക്ഷിതനായി തിരുമനസ് തിരിച്ചെത്തും വരെ അന്നപാനാദികൾ ഉപേക്ഷിച്ച് തിരുനാമങ്ങൾ ഉരുവിട്ട് കഴിച്ചുകൊള്ളാം. അനുഗ്രഹിക്കണേ ഭഗവാനെ. കാടിന്റെ മനഃശാസ്ത്രവും ഭൂമിശാസ്ത്രവും മനഃപ്പാടമാക്കിയവരാണ് മറവന്മാർ. നമ്മുടെ ഓരോ ചുവടുകളും ശ്രദ്ധാപൂർവം വേണം. ഒരു മാത്രം പിഴച്ചാൽ മതി, പരാജയം ഉറപ്പ്. മന്ത്രി, പരാജയപ്പെടാനല്ല നമ്മൾ വന്നിരിക്കുന്നത്, പരാജയപ്പെടുത്താനാണ്. ഇപ്പൊ നമ്മൾ തോറ്റ് പിന്മാറിയാൽ അത് നമ്മുടെ നാടിന് തന്നെ ആപത്താണ്. അതുകൊണ്ട് നമ്മൾ കൈയും മെയ്യും മറന്ന് പോരാടും. ചുമ്മാ
വരൂ. വരും. തമ്പുരാട്ടി, എന്താ കമലം, തിരുമനസ് തിരിച്ചെത്തിയോ? അതിന് അവർ അവിടെ എത്താനുള്ള സമയം പോലും ആയിട്ടില്ലല്ലോ തമ്പുരാട്ടി. തിരുമനസ് അടുത്തില്ലാത്ത ഓരോ നിമിഷവും ഓരോ യുഗം പോലെയാ നമുക്ക് തോന്നുന്നത്. സ്നേഹാധിക്യം കൊണ്ടാണ് വിരഹവേദന കഠിനമാകുന്നത് തമ്പുരാട്ടി. പ്രജാക്ഷേമ തൽപരനും തികഞ്ഞ മഹാദേവ ഭക്തനുമായ തിരുമനസിന് പരാജയം സംഭവിക്കില്ല തമ്പുരാട്ടി. ഈ രാജ്യത്തെ പ്രജകളുടെ പ്രാർത്ഥനയും സ്നേഹവും തിരുമനസിനോടൊപ്പമുണ്ട്. അവിടുത്തെ ഇഷ്ടദേവനായ മഹാവിഷ്ണുവും രക്ഷയ്ക്കായി ഉണ്ടാവും. തമ്പുരാട്ടി തെല്ലും ഭയപ്പെടേണ്ടതില്ല. തമ്പുരാൻ മറവപ്പടയെ പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതനായി തന്നെ തിരിച്ചെത്തും. കമലം പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലെങ്ങോ ഒരു ഉത്കണ്ഠ ഉടലെടുത്തിരിക്കുന്നു. ഈ മറവപ്പടയെപ്പറ്റിയും ഉദയനെപ്പറ്റിയും കമലത്തിന് ശരിക്കും അറിയില്ല. ചതിയന്മാരാണവർ. ഈ ഉദയനും കൂട്ടരും തിരുമല നായ്ക്കരുമായി ചേർന്ന് ചതിയിലൂടെയാണ് മധുര സാമ്രാജ്യം പിടിച്ചെടുത്തത്. അതിനാലാണ് ഞങ്ങൾക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. നേർവഴിക്കാരായ മഹാരാജനും മന്ത്രിയും മറ്റും മറവപ്പടയുടെ ചതിയിൽ അകപ്പെട്ടു പോകുമോ എന്ന ആപത്ശങ്ക നമ്മുടെ മനസ്സിനെ വല്ലാതെ മഥിക്കുന്നു. ഇതൊക്കെ അനാവശ്യമായ ഉത്കണ്ഠയാണ്. ആപത്ശങ്ക ഉണ്ടാകുന്നതും അതുകൊണ്ടാണ്. മനസ്സ് ഈശ്വരനിൽ അർപ്പിച്ച് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. എല്ലാ വികൽപ്പങ്ങളും വിട്ടുമാറും. നമ്മുടെയൊക്കെ മനസ്സ് മരം ചാടി നടക്കുന്ന കുരങ്ങിനെ പോലെയാണ്. ചിന്തകൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടേയിരിക്കും. അത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ മഹാമുനിമാർക്ക് പോലും സാധിക്കുന്നില്ല. പിന്നല്ലേ നമുക്ക്. പ്രാർത്ഥനയാണ് തമ്പുരാട്ടി എല്ലാത്തിനും പരിഹാരം. ഈശ്വര കടാക്ഷം തമ്പുരാനും തമ്പുരാട്ടിക്കും വേണ്ടോളം ഉണ്ടല്ലോ. വൃഥാ ദുഃഖിച്ചതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്ക് കാത്തിരിക്കാം തമ്പുരാട്ടി. അതും ശരിയാണ്. ആകെ ഒരു സമാധാനം മന്ത്രിമുഖ്യൻ കൂടെയുള്ളതാണ്. സ്വന്തം ജീവൻ കൊടുത്തും തിരുമനസിനെ കാക്കും. അത്രയ്ക്ക് രാജഭക്തനാണ് മന്ത്രിമുഖ്യൻ. അതെ അതെ, ഊണിലും ഉറക്കത്തിലും തമ്പുരാനെയും തമ്പുരാട്ടിയും കുറിച്ചും രാജ്യകാര്യങ്ങളെയും കുറിച്ചുമുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങൊന്നിന്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. തമ്പുരാട്ടി ഇതുവരെ അന്നപാനാദികളൊന്നും കഴിച്ചില്ല. ചിട്ടയില്ലാത്ത ഉപവാസം ഉദരരോഗത്തിന് ഹേതുവാകും. തിരുമനസ് തിരിച്ചെത്തും വരെ ജലപാനം പോലും ഉപേക്ഷിച്ച് ഭഗവത് നാമം ഉരുവിട്ട് പൂജാസ്ഥാനത്ത് തന്നെ ഇരിക്കാൻ നാം തീരുമാനിച്ചു. കമലം പോയിക്കോളൂ. അവർ വന്നാലുടൻ വിവരം അറിയിക്കണം. ശരി തമ്പുരാട്ടി, അവിടുത്തെ ഇച്ഛ പോലെ.
ഇരുട്ടിനെ പഴിക്കുന്ന നേരം കൊണ്ട് ഒരു വിളക്ക് കൊളുത്താൻ നോക്കുക. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതും ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ